വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനാഭാഗം 2 ദിനവൃത്താന്തം 30 മുതൽ 32 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഈ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി 2 ദിനവൃത്താന്തം 31 അധ്യായം 1 വാക്യം. ഇതൊക്കെയും തീർന്ന ശേഷം വന്നുകൂടിയിരുന്ന എല്ലാ ഇസ്രായേലും യഹൂദ നഗരങ്ങളിലേക്ക് ചെന്ന് സ്തംഭ വിഗ്രഹങ്ങളെ തകർത്ത് എല്ലാ യഹൂദയിലും ബെന്യാമീനിലും എഫ്രയീമിലും മനശ്ശെയിലും ഉള്ള അശേര പ്രതിഷ്ഠകളെ വെട്ടി പൂജാഗിരികളെയും ബലിപീഠങ്ങളെയും ഇടിച്ചു നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാവരും ഓരോരുത്തൻ താൻ്റെ പട്ടണത്തിലേക്കും അവകാശത്തിലേക്കും മടങ്ങിപ്പോയി. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രചോദനാത്മകമായ ഭാഗങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ വായന ഭാഗം. ഹിസ്കിയ രാജാവിൻ്റെ ഭരണ കാലഘട്ടവും അദ്ദേഹത്തിൻ്റെ ആത്മീയ നവീകരണവുമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ അതിഭക്തനായ രാജാവായിരുന്നു ഹിസ്കിയാവ്. അന്ധകാരം നിറഞ്ഞതായ ഒരു കാലഘട്ടത്തിനു ശേഷം ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഹിസ്കിയ രാജാവ് നടത്തിയ പരിശ്രമങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ഐക്യത്തിനായുള്ള ആഹ്വാനം. അടഞ്ഞുകിടന്ന ദേവാലയത്തിൻ്റെ വാതിലുകൾ തുറക്കുകയും ജനത്തെ പെസഹ ആചരിക്കുവാൻ രാജാവ് ക്ഷണിക്കുകയുമാണ് അധികാരമേറ്റ് ഉടൻ ചെയ്യുന്നത്. ഒരു നിശ്ചിത സമയത്ത് പെസഹ ആചരിക്കുവാനായിട്ട് കഴിയാതിരുന്നിട്ടും 2-ാം മാസത്തിൽ പെസഹ ആഘോഷിക്കുവാനായി തീരുമാനിക്കുന്നു. നിയമങ്ങളെക്കാൾ ഉപരി ദൈവവുമായുള്ള ബന്ധത്തിനാണ് രാജാവ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. മാത്രമല്ല, തമ്മിൽ വിഘടിച്ചു നിന്ന ഇസ്രായേൽ ഗോത്രങ്ങളെ പോലും ഹിസ്കിയാവ് ആരാധനയ്ക്കായി ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഐക്യവും ദൈവസന്നിധിയിൽ ഏറെ പ്രധാനമാണ്. ഒരേ ഇടത്ത് ഇരുന്ന് യഹോവയെ ആരാധിക്കുന്ന വിശ്വാസികളിൽ, ഒരേ ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന വിശ്വാസ സമൂഹങ്ങളിൽ എത്ര പേരുടെ ജീവിതത്തിൽ ഈ ഐക്യം നമുക്ക് ഇന്ന് കാണുവാനായിട്ട് സാധിക്കും? എന്നാൽ യഹോവയിങ്കലേക്ക് ഐക്യത്തോടെ മടങ്ങി വരുവിൻ എന്നതാണ് ഇവിടെ ഹിസ്കിയ രാജാവിൻ്റെ സന്ദേശം. രണ്ടാമതായിട്ട്, വിശുദ്ധിക്കായുള്ള ആഹ്വാനം. യഥാർത്ഥമായ ആരാധന എന്നത് ഒരു ആഘോഷം മാത്രമല്ല, പിന്നെയോ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണമാണ്. അത് 2 ദിനവൃത്താന്തം 31 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പെസഹയ്ക്ക് ശേഷം പുറപ്പെട്ടു പോയ ജനം സകല വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും തകർത്ത് കളഞ്ഞു എന്ന് നാം കാണുന്നു. അതാണ് നാം ഇന്ന് കുറിവാക്യമായിട്ട് കേട്ടത്. നാമും നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങളെ തകർത്തു കളയേണ്ടത് ആവശ്യമാണ്. ദൈവഹിതത്തിന് നിരക്കാത്തതായവയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വിഗ്രഹങ്ങളാണ്. അത് നീക്കം ചെയ്യാതെ ആത്മീയമായ ഒരു നവീകരണം നമുക്ക് സാധ്യമല്ല. അതിനാൽ ഹൃദയത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് ദൈവത്തിന് പ്രസാദമുള്ളവരായിട്ട് ജീവിക്കുക. അതിനായി ദൈവം നമ്മെ ഏവരെയും തുണയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആഹ്വാനങ്ങൾക്കായി നന്ദി പറയുന്നു. ഐക്യത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ, മറ്റുള്ളവരെയും ചേർത്ത് നിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. ആമേൻ.